മച്ചാ അങ്ങനെ ആദ്യമായി ബുക്കിൽ എഴുതി പ്ലാൻ ചെയ്ത് പോയ ഒരു ട്രിപ്പ് സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. വേളയിലാണ് നമ്മൾ പോയത്. ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇന്നലത്തെ. ഒരുപാട് എൻജോയ് ചെയ്തു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അങ്ങനെ രാവിലെ നമ്മൾ മുസാഫരിയിൽ നിന്ന് ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാൻ അക്കു അമ്മു എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി കയറിവിടാൻ ശരിക്കും ഞെട്ടി. ഒരുപാട് നന്ദി മക്കൾ. വണ്ടിയുടെ കാറ്റടിച്ചോട്ട് ഞാൻ തുമ്പി ഉറക്കുപോയേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അങ്ങനെ അക്കു അമ്മവും കുഞ്ചും പാടിക്കഴിഞ്ഞ് ആമിനെ പാടാൻ മയക്കെടുത്തപ്പോഴേക്കും വേളി എത്തി ഗൈസ്. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? നമ്മളൊരു 3:30 മണിയായപ്പോഴാണ് വേളിയിലെത്തിയത്. ആ സമയത്ത് നല്ല വെയിലായിരുന്നു. നമുക്ക് ബീച്ചിലേക്ക് പോകാനേ പറ്റിയില്ല. പാർക്കിൽ നിന്ന് കുറച്ചു നേരം കളിച്ച് ബീച്ചിൽ പോകാന്ന് വിചാരിച്ചു. എല്ലാവരും വിഷ് ചെയ്യണം. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ അടിച്ചു പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. അങ്ങനെ ഒരു 5 മണിയായപ്പോ നമ്മുടെ വേളി ബീച്ചിലെ വെയിലൊക്കെ മാറിയായിരുന്നു. ആ സമയത്ത് നമ്മളെല്ലാരും പാർക്കിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് കയറിയായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ബീച്ചിൽ നിന്ന് കളിച്ചായിരുന്നു. ആ സമയത്ത് നല്ല രീതിക്ക് മഴക്കോളുണ്ട്. മഴ ചാറാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വേളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാരും തിരിച്ച് വണ്ടിയിലേക്ക് കയറി. അങ്ങനെ തിരിച്ചു പോയ സമയത്ത് മുട്ടടയിൽ നിന്ന് ജയിച്ച കൗൺസിലർ വൈഷ്ണ ചേച്ചിയെ കണ്ടായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധർ സാറിന്റെ റോഡ് ഷോ നടക്കായിരുന്നു. നമ്മൾ ഇന്ന് സിറ്റിയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് കയറുന്നത്. നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അരുൾ ജ്യോതി എന്നാണ് പേര്. മസാല ദോശ, നെയ്റോസ്റ്റ്, പ്ലെയിൻ ദോശ അതൊക്കെയാണ് വാങ്ങിയത്. ഫുഡെല്ലാം കഴിച്ച് ബില്ല് കൊടുക്കാൻ നേരമാണ് പുള്ളിക്കാരൻ പറയുന്നത് അവിടെ ഗൂഗിൾ പേ വർക്കിംഗ് അല്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷും ഇല്ലായിരുന്നു, ATM കാർഡും എടുത്തില്ലേ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഗൂഗിൾ പേ ആയിരിക്കും ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. വെയിറ്റർ ചേട്ടന്റെ ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തായിരുന്നേ. നീ എവിടെയുള്ളടാ? പട്ടാളത്ത് ജോലിയുള്ള ചന്ദ്രനെ അറിയാമോ? അങ്ങനെ വണ്ടി ഓടിച്ച ചേട്ടനും പാഴ്സലൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു.